ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലത്തിലേക്ക് കടക്കുകയാണ്. ഇനി അറിയാനുള്ളത് 2 മണ്ഡലങ്ങൾ, അതായത് തിരുവനന്തപുരവും ആറ്റിങ്ങലും തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ തിരുവനന്തപുരത്ത് ശശി തരൂർ ഏറ്റവും പുതിയ നമ്പർ 12,658 എന്ന ലീഡിലേക്ക് തിരുവനന്തപുരത്ത് ശശി തരൂരാണെങ്കിൽ അടൂർ പ്രകാശ് രണ്ടിടത്തും UDF വലിയ തോതിൽ ആശ്വാസം നൽകുന്ന ലീഡ് നിലയിലേക്ക് പോകുന്നുണ്ട്. 2000 താഴെ എന്ന് പറയുന്നത് പോലും ഒരു പക്ഷേ ഈ ഘട്ടത്തിൽ അത് UDF ആശ്വാസമാണ്. പക്ഷേ മാറി മറിയാം സാഹചര്യം എന്നുള്ളത് തള്ളിക്കളയാനാകില്ല. കാരണം ഇതുവരെ ആറ്റിങ്ങൽ അത്തരത്തിൽ തന്നെയായിരുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചധികം സമയമായി എന്തായാലും ആറ്റിങ്ങലിൽ ലീഡ് തുടരുന്നു, അല്ലെങ്കിൽ ലീഡ് നിലനിർത്തുന്നു. അത് 1326 വോട്ടിന്റെ ലീഡ് എന്ന് പറഞ്ഞാൽ എന്തും സംഭവിക്കാവുന്ന ലീഡാണ് അഭിലാഷ്, എന്തും സംഭവിക്കാം. തീർച്ചയായും ഉറപ്പിക്കാനായിട്ടില്ല. അതേസമയം തിരുവനന്തപുരത്തേത് ഇതൊരു ട്രെൻഡാണെന്ന് കരുതാം. 2014 അനുഭവം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഒരുപക്ഷെ തരൂർ അതിന്റെ തീരദേശ മേഖലയെ കയ്യിലെടുത്തുകൊണ്ട് ഇത്തവണയും ജയിച്ചു കയറുമെന്ന് വിശ്വസിക്കാം. പക്ഷെ ആറ്റിങ്ങൽ ഇപ്പോഴും പിടിതരുന്നില്ല. തീർച്ചയായും ആറ്റിങ്ങലിൽ എന്താണ് സംഭവിക്കുക എന്നറിയാൻ നമുക്ക് അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഇഞ്ചോടിഞ്ച് പോരാട്ടം, വളരെ ചെറിയ ലീഡ്. ഇതുവരെയും ഈ ആറ്റിങ്ങലിലെ വോട്ടെണ്ണി തുടങ്ങിയതിന് ശേഷം ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് കാര്യമായ ലീഡ് അവകാശപ്പെടാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ തുടരുന്നു. അത് ഈ വോട്ടെണ്ണലിന്റെ അവസാന നിമിഷവും തുടരും എന്ന് വേണം നമുക്ക് അനുമാനിക്കാം. പക്ഷേ തിരുവനന്തപുരത്തെ കാര്യങ്ങൾ വീണ്ടും മാറിമറിഞ്ഞ സാഹചര്യം ഉണ്ടാകുന്നു. നേരത്തെ വലിയ ആത്മവിശ്വാസത്തിൽ ആയിരുന്നു NDA ക്യാമ്പ് എങ്കിൽ അത് അവസാനിക്കുന്ന സാഹചര്യം. അവിടെ വിജയത്തിലേക്ക് ശശി തരൂർ തിരികെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ. പ്രത്യേകിച്ച് ലീഡ് നില ഈ അവസാന നിമിഷങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരികയാണ് ശശി തരൂർ. രണ്ട് മൂന്ന് അപ്ഡേറ്റുകൾ. ഒന്ന്, വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡ് അത് 3,13,000 ഉയർന്നിരിക്കുന്നു. 3,13,000. റായ്ബറേലിയിൽ അവിടെ 2,00,000 വോട്ടിന്റെ ലീഡാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്. ഈ രണ്ടിടത്തും അതിഗംഭീരമായിട്ടുള്ള ലീഡ് നേടിയെടുക്കാൻ രാഹുൽ ഗാന്ധി കഴിയുന്നു. പക്ഷേ വയനാട്ടിൽ കഴിഞ്ഞ അത്രയും നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും. മറ്റൊന്ന്, വടകരയിൽ KK ശൈലജ ടീച്ചർക്കെതിരെ ഷാഫി പറമ്പിൽ ലീഡ് 98,470. 1,00,000 അടുക്കുകയാണ് ഷാഫി പറമ്പിന്റെ ലീഡ്. ആലപ്പുഴയിലെ കനൽ കെടുത്തിയ KC വേണുഗോപാൽ സംസാരിക്കുന്നു മാധ്യമങ്ങളോട്. 2014 ശേഷം 2024 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ആലപ്പുഴയിൽ മത്സരിക്കാൻ വന്നത്. ഉടനെയായിരുന്നു, ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു പാർട്ടി എന്നോട് ആലപ്പുഴയിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടത്. ആലപ്പുഴയിൽ ഒരുപാട് ജനങ്ങൾ അത് ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്കറിയാം. പാർട്ടിയുടെ തീരുമാനം KC വേണുഗോപാൽ വോട്ടർമാർക്ക് നന്ദി പറയുന്നു. വലിയ വിജയം സമ്മാനിച്ചതിന്, ആലപ്പുഴയെ വീണ്ടും UDF തിരികെ നൽകിയതിന്. ഇടവേളയ്ക്ക് ശേഷം മത്സരിച്ചതാണ്. അപ്പോഴും ജനങ്ങളൊപ്പം നിന്നതിലുള്ള നന്ദി അറിയിക്കുകയാണ് KC വേണുഗോപാൽ. സമയം ചെലവഴിച്ചത് വയനാട്ടിലായിരുന്നു, മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളിലായിരുന്നു. എന്നിട്ടും അപ്പോൾ തീർച്ചയായും ജനങ്ങൾക്ക് നന്ദി പറഞ്ഞേ മതിയാകൂ. സംഘടനാ ജനറൽ സെക്രട്ടറി സംഘടനാ ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാലിന്റെ വിജയം അനിവാര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. UDF പ്രവർത്തകർ അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട്. അവസാന ദിവസങ്ങളിലൊക്കെ തന്നെ അവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസ്, നിങ്ങൾക്കറിയാം, ഞങ്ങൾ പോരാടിയ ഒരു പോരാട്ടം സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്തൊരു തിരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു. ഞങ്ങൾക്കൊരു ലെവൽ പ്ലേയിങ് ഫീൽഡും ഇല്ലായിരുന്നു. ഇലക്ഷൻ്റെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണം എടുത്തുകൊണ്ടുപോയി EDയും CBIയും ഇൻകം ടാക്സും ഞങ്ങളുടെ നേതാക്കന്മാരെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് ഭീഷണിപ്പെടുത്തി. കുറേ പേർ ഭീഷണിക്ക് വഴങ്ങി ആ പാർട്ടിയിലേക്ക് ചേർന്ന് കോൺഗ്രസിൽ നിന്നും കുത്തൊഴുക്ക് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തി. നിർഭാഗ്യവശാൽ മുഖ്യധാര ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്നവർ ഒരേ ഒരു പക്ഷത്തു നിന്നു ഈ തെരഞ്ഞെടുപ്പിലുടനീളം. നരേന്ദ്രമോദി ഏത് വിദ്വേഷ പ്രസംഗം നടത്തിയാലും അതിനെക്കുറിച്ച് പോലും ചർച്ച ചെയ്യാതെ ദേശീയ തലത്തിൽ ഇതുപോലെ പോളറൈസ് ചെയ്ത ഒരു ഇലക്ഷൻ ഉണ്ടായിട്ടില്ല BJP. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ലീഡ് നില കുറഞ്ഞിരിക്കുന്നു. ശശി തരൂരിന് ലീഡ് നില കുറഞ്ഞിരിക്കുന്ന സാഹചര്യം. വീണ്ടും അപ്ഡേഷൻ വരുന്നുണ്ട്. വീണ്ടും കൂടി 4,663 കുറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ അത് 13,000 ഉയർന്നു എന്നുള്ളതാണ്. 4,663 വീണ്ടും 13,000
സാഹചര്യം അങ്ങനെ പൂർണ്ണമായും മാറി മറിഞ്ഞ് നിൽക്കുകയാണ് ലീഡ് നില തിരുവനന്തപുരത്ത് ഏറ്റവും ഒടുവിലത്തെ അപ്ഡേഷൻസ് വരുമ്പോൾ. തീർച്ചയായും ശശി തരൂരിന് ആശ്വാസം, UDF ക്യാമ്പിന് ആശ്വാസം, തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആശ്വാസം. ഇതാ 13,000-ന് മുകളിലേക്ക് ശശി തരൂരിന്റെ ലീഡ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നു. ഇനി ഒരു വിജയത്തിനപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഏതാണ്ട് 20,000-ന് വോട്ടിനടുത്ത് ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നായിരുന്നു KPCC ആസ്ഥാനത്ത് നിന്ന് ഡാൻ നമ്മളോട് റിപ്പോർട്ട് ചെയ്തത്. അതാണ് KPCC നേതാക്കളുടെ പ്രതീക്ഷ. ഏതാണ്ട് ശരിവെക്കുന്ന 15,000-നും 20,000-നും ഇടയിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്ന്, അത് ശരിവെക്കുന്ന കണക്കുകളിലേക്കാണോ തിരുവനന്തപുരം എത്തുന്നത് എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. തിരുവനന്തപുരത്ത് 13,666 ലീഡ് ഉയർത്തിയിരിക്കുന്നത്. ഒറ്റ ലക്ഷം, ഒരേ 1 ലക്ഷം വോട്ടുകളാണ് തിരുവനന്തപുരത്ത് ഇനി എണ്ണാനുള്ളത്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള വലിയ ഒരു ട്വിസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അതെ, ഈ 13,000-ന്റെ ലീഡ് നിലനിൽക്കുന്ന സാഹചര്യം ഇനി എണ്ണാനുള്ളത് 1 ലക്ഷം വോട്ടുകൾ, അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള അടിയൊഴുക്കുണ്ടാവണം ഇനിയുള്ള വോട്ടുകൾ. അതൊട്ട് എണ്ണ കണക്കാക്കാൻ കഴിയില്ല. കേരളത്തിലെ 19 മണ്ഡലങ്ങളിലും അതിന്റെ ഗുണം ലഭിച്ചു എന്ന്. അടൂർ പ്രകാശിന്റെ ലീഡ് പിന്നെ കുറഞ്ഞിരിക്കുന്നു, 1326 എന്ന ലീഡിലേക്ക് വന്നിരിക്കുന്നു. ഇനി തൃശ്ശൂരിലെ വിജയം എങ്ങനെ ഉണ്ടായി എന്നതിന്റെ വിശദീകരണങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന കൂടി സമയമാണ്. തൃശ്ശൂരിൽ NDA അല്ലെങ്കിൽ BJP താമര വിരിയിച്ചതിന്റെ ഉത്തരവാദിത്വം ആർക്ക്? ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറ്റവും വലിയ ചർച്ച ആർക്കാണ് BJPക്കൊപ്പം ബന്ധം എന്നതായിരുന്നു. ഇനിയിപ്പോൾ ആ സീറ്റിന് ഉത്തരവാദി ആര് എന്ന നിലയിലേക്ക് കേരള രാഷ്ട്രീയത്തിൽ ചർച്ചകൾ ചൂടുപിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അതൊരു രാഷ്ട്രീയ തീരുമാനമായിരുന്നു എന്നതാണ് KPCCയുടെ. തിരുവനന്തപുരവും ആറ്റിങ്ങലും അതാണ് ഇനി അറിയേണ്ടത്. ഇപ്പോൾ ആലത്തൂരിൽ കൃത്യമായ ഒരു മേൽക്കൈ കൂടി നേടുന്നുണ്ട് ഇടതുപക്ഷം എന്ന് വേണം. 20,000-ന് മുകളിലേക്ക് ലീഡ് നില മാറുന്ന സാഹചര്യമുണ്ട്. എന്ത് സംഭവിക്കും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും നമുക്ക് വളരെ